കാരണം ഞങ്ങൾ 3 പാർട്ട്നേഴ്സായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ഒരാളാണ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്, കുട്ടികളെ കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ആ ആളിനെ ചില കാര്യങ്ങളാൽ പുറത്താക്കേണ്ടി വന്നു. അങ്ങനെ പുറത്താക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചൊരു വാക്കുണ്ട്, പ്രജീഷിന് പഠിപ്പിക്കാനറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ നീ എങ്ങനെ കുട്ടികളെ കൊണ്ടുവരും? കുട്ടികൾ വന്നാലല്ലേ നിനക്ക് പഠിപ്പിക്കാൻ പറ്റൂ. ആ ഒറ്റ വാക്കിലാണ് തുടങ്ങിയത്. പക്ഷേ വിചാരിച്ച കണക്ക് എനിക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെ കിട്ടാതായി. ഞാൻ പുതിയ ഒരു ഓഫീസ് തുടങ്ങിയാൽ മാറുമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയൊരു എമൗണ്ടൊക്കെ തുടങ്ങി, ഓഫീസൊക്കെ തുടങ്ങി, എന്നിട്ടും വിജയിച്ചില്ല. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുഴപ്പമാണെന്ന്. അങ്ങനെ പലരെയും വെച്ചു. പക്ഷേ എന്നെ അന്ന് സഹായിച്ചത് ഇവിടെ ഇരിക്കുന്ന റിഷ്വാനാണ്. റിഷ്വാൻ ശരിക്ക് ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇന്നിപ്പോൾ റിഷ്വാൻ വന്നപ്പോൾ കൊണ്ടുവന്ന് ചോദിച്ചു, പരസ്യം എന്താ നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ 2 ക്ലാസ് മുറിയേ ഉള്ളൂ. ആ 2 ക്ലാസ് മുറിയിലും ഇന്ന് ഹൗസ്ഫുള്ളാണ്. ഇനി അങ്ങോട്ട് വരണമെങ്കിൽ ഇനിയും ഇവരെല്ലാം ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഞാൻ പുതിയ ക്ലാസ് എടുക്കണം. ആ നിലയിലേക്കൊക്കെ എത്തിക്കുന്നതും ഈ കിങ്സ് ക്ലബ്ബുമാണ്. അതിലും അനിൽ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.